ബോട്സ്വാനയിൽ 1,30,000 ആനകൾ ഉണ്ടെന്നാണ് കണക്ക്. രാജ്യത്തിന്റെ 40% ഭൂമിയിലും ആനകളാണ്. 26 ലക്ഷം മാത്രമാണ് അവിടുത്തെ ജനസംഖ്യ. ആന ഇങ്ങനെ പെറ്റുപെരുകിയതിന് ഒരു കഥയുണ്ട്. അതെന്താണെന്നല്ലേ പറയാം. നമീബിയയും ബോട്സ്വാനയ്ക്കും കുറുകെയുള്ള ചോബ നദി കടന്നാണ് ആനകൾ ബോട്സ്വാനയിലെത്തുന്നത്. ഒപ്പം ആന നായാട്ടും സർക്കാർ കർശനമായി അങ്ങ് നിരോധിച്ചതോടെയാണ് ആനകൾ ഇങ്ങനെ പെറ്റുപെരുകാൻ തുടങ്ങിയത്. ഇതിനിടെ 2020 ഒഗവങ്കോ നദീതട പ്രദേശത്ത് ഒരു മാർച്ച് മാസം മുതൽ 300ഓളം ആനകൾ അങ്ങ് ഒരുമിച്ച് ചരിഞ്ഞു. അത് വലിയ വിവാദമായി, നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചയുമായി. നായാട്ടാണെന്ന നിഗമനമായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ചരിഞ്ഞ ആനകളുടെ കൊമ്പുകളൊന്നും നഷ്ടപ്പെട്ടിട്ടുമില്ല. അപ്പോൾ അതൊരു ആനവേട്ടയല്ല എന്ന നിഗമനത്തിൽ വനംവകുപ്പെത്തി. ആന്ത്രാക്സ് രോഗമാണോ എന്നായി പിന്നത്തെ സംശയം. അതുമല്ല. പിന്നെ ആനയെല്ലാം ഇങ്ങനെ ചരിഞ്ഞതിന്റെ കാരണം എന്താണ്? വർഷങ്ങളായി അതേക്കുറിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു ബോട്സ്വാന സർക്കാർ. ഇതിനിടെ ആന കുടിച്ച വെള്ളം കേന്ദ്രീകരിച്ചൊരു പരിശോധന നടത്താൻ തീരുമാനിച്ചു. ആനകൾ കൂട്ടത്തോടെ ചരിഞ്ഞതിന് സമീപമുള്ള പ്രദേശങ്ങളിലെ ഉപഗ്രഹ ദൃശ്യങ്ങൾ ഉപയോഗിച്ചായിരുന്നു പരിശോധന നടത്തിയത്. ആ പരിശോധനയിൽ ആന വെള്ളം കുടിച്ച ജലാശയങ്ങളും കണ്ടെത്തി. ആ ജലാശയത്തിലെ വെള്ളത്തിൽ സയനോബാക്ടീരിയയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടു. ഈ ജലാശയങ്ങളിൽ നിന്ന് വെള്ളം കുടിച്ച് 88 മണിക്കൂറിനുള്ളിൽ ആനകളുടെ മരണം സംഭവിച്ചുവെന്ന് ഗവേഷകർ ഇതാ ഏറ്റവും ഒടുവിൽ കണ്ടെത്തിയിരിക്കുകയാണ്. സയനോബാക്ടീരിയ അഥവാ ഗ്രീൻ ആൽഗെ അതീവ അപകടകാരിയാണ്. ബോട്സ്വാനയിലെ ആനപ്രശ്നം അവിടെയും തീർന്നില്ല. പെറ്റുപെരുകിയ ആനകളെ മറ്റ് രാജ്യങ്ങൾക്ക് നൽകുന്ന പതിവുണ്ട് ബോട്സ്വാനയ്ക്ക്. 8,000 ആനകളെയാണ് അയൽ രാജ്യമായ അങ്കോളയ്ക്ക് അവർ ഈ കഴിഞ്ഞയിടെ തന്നെ നൽകിയത്. കുറെ എണ്ണത്തെയൊക്കെ മാറ്റി പാർപ്പിച്ചു. ഏറ്റവും ഒടുവിൽ ആനകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചത് വലിയ വിവാദമായിരുന്നു. ഇതിനെതിരെ പ്രതിഷേധമുയർത്തിയ ജർമ്മനിക്ക് അവിടുത്തെ പ്രസിഡന്റ് ഒരു മറുപടി നൽകി. വേണമെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് 20,000 ആനകളെ അങ്ങോട്ട് അയച്ചു തരാമെന്നും. എന്താണല്ലേ ആനപ്രശ്നം?